ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഹോണറ്റാണ് വണ്ടി. ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ടാണ് വണ്ടി കയറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കംപ്ലയിൻ്റ് ഒന്ന് ബാക്ക് സൈഡിൽ നിന്ന് ചെയിനിൻ്റെ സൗണ്ട് ഉണ്ട്. അത് ബാക്ക് ചെയിൻ എന്തെങ്കിലും ചെയിൻ സ്പോട്ട് പോയേക്കാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു ഷിവറിങ് വന്നിട്ടുണ്ട്. അത് ഈ സസ്പെൻഷൻ്റെ ഇവിടെ വന്ന നീഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നേക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും മാറണം. അപ്പോൾ ആ മാറ്റാൻ വേണ്ടി അയക്കണ കൂട്ടത്തിലൂടെ സസ്പെൻഷൻ ബെയറിങ് കൂടിയും ചേഞ്ച് ചെയ്തിടാം. പിന്നെ നിലവിൽ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണേ. ബ്രേക്ക് പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലൈനറിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഈ ലൈനർ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് ലൈൻ പോലെ നിൽക്കുന്നുണ്ട്, ഒരു വരപ്പെട്ടതാണുണ്ടോ. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഹബ്ബിൽ വന്നേക്കണ കംപ്ലൈൻ്റാണ് ആ ലൈനറിലേക്ക് വന്നേക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹബ്ബ് ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചായിട്ട് നല്ലോണം കുഴിഞ്ഞ് പോയേക്കാണ്. അപ്പോൾ അതിന് ശരിക്കും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്യാന്ന് വെച്ചാൽ വീല് മാറ്റാനാണ്. അപ്പോൾ വീല് മാറ്റുമ്പോൾ നമുക്ക് ഹൈ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹബ്ബ് ലൈനർ ഉറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി കിട്ടും. അതായത് കറക്റ്റ് കമ്പനി വന്ന മോഡലിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരും. ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപ 1600 രൂപ അടുത്ത് കോസ്റ്റ് ഉണ്ട് ഇതിന് മാത്രം. കാരണം ടയറൊക്കെ അഴിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ലെയ്ത്തിൽ കൊടുത്തപ്പോൾ തൃശ്ശൂരാണ് കൊണ്ടുപോയിട്ട് ചെയ്യണേ. അപ്പോൾ അവർ ക്ലിയറായിട്ട് ചെയ്തു തരും. എന്നിട്ട് ബ്രേക്ക് ലൈനർ പുതിയത് ഇട്ടാലാണ് നമുക്ക് പക്കയായിട്ട് നിൽക്കുള്ളൂ. ഇതല്ലാതെ കൊണ്ട് നമ്മൾ ഈ ഹബ്ബ് കംപ്ലൈൻ്റ് ഉള്ള ഹബ്ബിനകത്തേക്ക് പുതിയ ലൈനർ കയറ്റിയിട്ടാലും ഈ കാണുന്ന കുഴിയൊക്കെ ഉണ്ടാവുന്നത് വരെ ആ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും. ഇനി അതിനോട് മാച്ച് ആയി കഴിഞ്ഞാലും ബ്രേക്ക് പെട്ടെന്ന് തീരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ലീവ് മാറ്റി ബ്രേക്ക് ലൈനർ പുതിയത് സെറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ചു നോക്കിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10,000 കിലോമീറ്ററാണ് നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. ഇതെനിക്ക് തോന്നണോ നമ്മൾ ഈ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കും പൂപ്പൽ പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇത് ഈ രീതിയിൽ കിടന്ന് ഓടിയേക്കണതിൻ്റെ പ്രോബ്ലംസ് ഓൾറെഡി നമുക്ക് കിട്ടുന്നത് ഹെഡിനകത്താണ്. ഹെഡിൽ കരിയായിട്ട് നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടാം, അതേപോലെ തന്നെ പ്ലഗും മാറ്റിയിടാം. എയർ ഫിൽറ്ററും പ്ലഗും ശരിക്കും 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ലൈഫ് പറയണത്. അതിനിടയിൽ ശരിക്കും നമ്മൾ നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് സർവീസിന് കയറ്റുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരായ്മ ചില സ്ഥലങ്ങളിൽ ഏരിയ നോക്കിയിട്ട് പെട്ടെന്ന് മോശമാവുന്ന സ്ഥലങ്ങളുണ്ടാവും. പൊടി കൂടുതലാണെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ പെട്ടെന്ന് മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടതാണ്. ഇപ്പം നിലവിൽ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ കാർബറേറ്ററിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ കഴിക്കുന്ന സമയത്ത് നമുക്കിത് ഈ സ്ലോ ജെറ്റൊക്കെ നല്ലോണം ബ്ലോക്കാണ്. അപ്പോൾ അത് മാറ്റിയിടാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. വാക്യൂം പിസ്റ്റൺ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാക്യൂം പിസ്റ്റൻ്റെ പിന്നായാലും തേയ്മാനം ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്ത് പരമാവധി അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം അഴുക്കിൻ്റേതായിട്ടുള്ളൊരു ആ ഒരു ഇത് മനസ്സിലാവും നമുക്ക്. ഏറ്റവും ഈ കപ്പിൻ്റെ ഉള്ളിലൊക്കെ ആയാലും കാർബണായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കാണ് അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിൻ ഹെഡിനകത്ത് കരിയുണ്ട്, വാൽവ് ഗൈഡിൻ്റെ ചെറിയൊരു പ്ലേ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള സൗണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് ചെറുതായിട്ട്. അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണം. അത് ഒരല്പം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയല്ല, ഇപ്പോൾ വേറെ അതുമായി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. അത് ഇരിക്കുന്നത് മിൻറ്റയുടെ ബാറ്ററിയാണ്, 5 ആമ്പിയറിൻ്റെ ബാറ്ററി ഇരിക്കണേ. അപ്പോൾ ഞാനത് ബാറ്ററിയുടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് വരെ വന്നുണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് കണ്ടീഷനകത്ത് കാണിക്കും. ഇതിനകത്ത് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കും. അതായത് നമുക്ക് ഇതിൻ്റെ CDA ഒക്കെ ഇലക്ട്രോണിക് CDA ആണ്. അപ്പോൾ പവർഫുൾ ബാറ്ററി ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലമൊക്കെ ഓൾറെഡി ഉണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഇപ്പോൾ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ഡേയ്സൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ബാക്കിയത്തെ മെയിൻ്റനൻസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ചെയ്താലും മതി. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഫ്രണ്ടിലും കുറച്ച് വർക്കുകളുണ്ട്. അതായത് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കോൺസെറ്റിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ടുണ്ട്, ഫോർക്കിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്കിൻ്റെ പാഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. കയറി പിടിച്ചു തുടങ്ങിയായിരുന്നു. ആ പ്ലേറ്റുമ്പോഴത്തേക്കും ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി ടച്ചായി തുടങ്ങിയായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റിയിടാം, കാളിപ്പറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ MC സബ് അസംബ്ലി നമ്മൾ നോക്കുമ്പോൾ അത് കല്ലം ബ്രേക്ക് അല്ലേ, നമ്മൾ പിടിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആ MC സബ് അസംബ്ലി സാധാരണ രീതിയിൽ അങ്ങനെ വന്നാൽ ഈ സബ് അസംബ്ലി മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യേണ്ടത്.
നമുക്ക് തൽക്കാലം അത് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം മാറ്റുന്നതിനെ പറ്റി നമുക്ക് ചിന്തിച്ചാൽ മതി. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഉൽസീലുകൾ നമ്മൾ എന്തെങ്കിലും മാറണം. കോൺസെപ്റ്റ് നമ്മൾ അഴിച്ച് നോക്കിയിട്ട് ഗ്രീസ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ രീതിയിലിടാം, അതല്ലെങ്കിൽ അത് മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള് അതൊക്കെ നോക്കിയിട്ട്, ക്ലച്ച് കേബിൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട്, ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കംഫർട്ടല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് ഭാഗം അഴിക്കുമ്പോൾ അടുത്ത് നമുക്ക് അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് മൺകാടൊക്കെ ഓൾറെഡി പൊട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ, സൈഡ് ബാക്ക് പൊട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷിങ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്, വാട്ടർ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഓപ്പണായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് അത്യാവശ്യമുള്ള തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് ക്രാഷ് ഗാർഡിൻ്റെ ഭാഗം ബെൻഡാണ്, അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്തിടാം. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ട് വരും, കാരണം അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു വർക്കിൻ്റെ ഒരു അത്യാവശ്യം ഭാഗങ്ങൾ കഴിഞ്ഞ് ഫ്രണ്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റെഫർ ആയിട്ടാൽ മതി. ഞാനിപ്പോൾ ഈ ഹബിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഒന്ന് പറയണം, കാരണം അത് നമുക്ക് താമസം തന്നെ വർക്കാണ്, നമുക്ക് പുറമെ കൊടുക്കേണ്ട വർക്കുമാണ്. വീൽ ഹബിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഈ വീലിൻ്റെ, അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്കിയത്തെ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഐറ്റം പോയിട്ട് വന്നോളും. എന്തായാലും നമുക്ക് 2-3 ദിവസം താമസം പ്രതീക്ഷിക്കാം കേട്ടോ.